ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വീണ്ടും പീഡിയാട്രിക്സിന്റെ 5 ക്വസ്റ്റ്യൻസ് ഡിസ്കഷനായിട്ട് വന്നിരിക്കുന്നത്. എക്സാമിന് പോകുന്ന എല്ലാവർക്കും ആശംസകൾ. നന്നായിട്ട് എക്സാം എഴുതാൻ കഴിയട്ടെ. അപ്പോൾ എക്സാം സെന്ററിലേക്ക് പെട്ടെന്ന് തന്നെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മുന്നേ എങ്കിലും എത്തിച്ചേരാൻ ശ്രമിക്കുക. അധികം സമയം കളയുന്നില്ല, പെട്ടെന്ന് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. പീഡിയാട്രിക്സിന്റെ ഒരു 5 to 6 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. Okay, first question. Adequate breastfeeding in baby indicates options: baby sleeps 2 hours after feeds, baby pass urine 5 to 6 times a day, saliva will come from the mouth continuously, none of the above. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന adequate breastfeeding ബേബിയിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? കറക്റ്റ് ആൻസർ ബേബി സ്ലീപ്സ് 2 hours ആഫ്റ്റർ എവറി ഫീഡ്സ്. അതാണ് കറക്റ്റ് ആൻസർ. ഒരു ഫീഡിങ് കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം ഫീഡിങ് കഴിഞ്ഞാൽ ബേബി മിനിമം 2 hours ആഫ്റ്റർ ഫീഡ് ബേബി ഉറങ്ങേണ്ടതാണ്. അപ്പൊ അതാണ് ഒരു അഡ്വക്കേറ്റ് ബ്രസ്റ്റ് ഫീഡിംഗ് ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടത്. ബേബി സ്ലീപ് 2 hours ആഫ്റ്റർ ഫീഡ്സ്. യൂഷ്വലി 8 to 10 times എ ഡേ ആണ് യൂറിൻ പാസ് ചെയ്യുന്നത്. ബേബി യൂറിൻ പാസ് ചെയ്യുന്നത് 8 to 10 times പെർ ഡേ ആണ്, നോട്ട് 5 to 6 times. 8 to 10 times പെർ ഡേ ആണ്. സോ ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. Next question. A child is born with a suspected esophageal atresia. Which of the following investigation is the most appropriate in the first instance? ഇവിടെ കുറെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഞാൻ അത് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കുന്നില്ല. ജസ്റ്റ് ഞാൻ ആൻസർ തന്നെ പറയാം. കറക്റ്റ് ആൻസർ പാസ് നാസോഗാസ്ട്രിക് ട്യൂബ് ആൻഡ് ചെസ്റ്റ് എക്സ്റേ. അപ്പോൾ സസ്പെക്റ്റഡ് ഈസോഫാഗിയൽ അട്രീഷ്യ ആയിട്ടൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ അപ്പോൾ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ആകുമ്പോൾ നമുക്ക് എന്താ പറയുക, നാസോഗാസ്ട്രിക് ട്യൂബ് ഇൻസെർട്ട് ചെയ്യാൻ കഴിയണം. അതുപോലെ ചെസ്റ്റ് എക്സ്റേ എടുക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് പാസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണം. എൻജി ട്യൂബ് ഇൻസെർട്ട് ചെയ്തതിനു ശേഷം നമ്മൾ ചെസ്റ്റ് എക്സ്റേ എടുത്ത് നോക്കാറുണ്ട്. സോ ആൻസർ പാസ് എൻ നാസോഗാസ്ട്രിക് ട്യൂബ് ആൻഡ് ചെസ്റ്റ് എക്സ്റേ. എൻജി ട്യൂബ് വിൽ curl up in the proximal esophageal pouch and visible on chest X-ray. So that is the main indication. Check the presence of gas in the abdomen. If it is present, there is tracheoesophageal fistula. ട്രക്കി ആയിട്ട് കണക്ഷൻ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു കേസിൽ ഗ്യാസ് ഉണ്ടെങ്കിൽ ട്രക്കി ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. കാരണം ട്രക്കിയിൽ നമ്മൾ എയർ ആണ് പോകുന്നത്. അപ്പൊ എയറുമായിട്ട് ആ ഒരു ബോത്ത് കണക്ഷൻ ഉണ്ടെങ്കിൽ ഈസോഫാഗിയൽ അട്രീഷൻ മാത്രമല്ല, ട്രക്കിയോ ഈസോഫാഗിയൽ ഫിസ്റ്റുല കൂടി ഉണ്ടെന്ന് നമുക്ക് പറയാം. സോ ഇഫ് ദർ ഈസ് ഗ്യാസ് ഇൻ ദ അബ്ഡോമൻ, ദർ മേ ബി എ ചാൻസ് ഓഫ് ട്രക്കിയോ ഈസോഫാഗിയൽ ഫിസ്റ്റുല. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് ട്രൂ അബൌട്ട് വിറ്റാമിൻ കെ ഇൻ ന്യൂബോൺ പീരീഡ്. അപ്പോൾ ന്യൂബോൺ പീരീഡിൽ വിറ്റാമിൻ കെയെ സംബന്ധിച്ചിട്ടുള്ള ട്രൂ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കുറെ ഓപ്ഷൻ ഉണ്ട്, കൺഫ്യൂഷൻ ആകണ്ട. വിറ്റാമിൻ കെ എന്ന് പറയുന്നത് നമുക്കറിയാം, വിറ്റാമിൻ കെയുടെ കുറവ് മൂലമാണ് ഹെമറേജിക് ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടാകുന്നത് ന്യൂബോണിന്. അത് നമ്മൾ ന്യൂബോൺ ജനിച്ച ഉടനെ വിറ്റാമിൻ കെ ഇഞ്ചക്ഷൻ കൊടുക്കാറുണ്ട്. കാരണം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, അവരുടെ ഗട്ടില് ആ ഒരു ഇൻഡസ്റ്റൈനിൽ ബാക്ടീരിയ ഇല്ലാത്തത് കൊണ്ട്, അവിടെ നോർമലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ വിറ്റാമിൻ കെ ഇഞ്ചക്ഷൻ കൊടുക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് വിറ്റാമിൻ കെ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. വിറ്റാമിൻ കെ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ വിറ്റാമിൻ കെ ഈസ് എ ഫാറ്റ് സോലുബിൾ വിറ്റാമിൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇവിടെ ഞാൻ മുഴുവൻ വായിക്കാതെ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. വിറ്റാമിൻ കെ ഈസ് ഓൺലി റിക്വയർഡ് ഇഫ് ദ ബേബി ഈസ് ഗോയിങ് ടു ദ ബ്രസ്റ്റ് ഫീഡ്. അത് തെറ്റാണ്. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ഇവിടെ വരുന്ന വിറ്റാമിൻ കെ ഈസ് എ ഫാറ്റ് സോലുബിൾ വിറ്റാമിൻ എന്നുള്ളതാണ്. സോ അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. സോറി, നമുക്ക് അതിന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ്. വിറ്റാമിൻ കെ എന്ന് പറയുന്നത് ഫാറ്റ് സോലുബിൾ വിറ്റാമിൻ. ADE and K ആണ് ഫാറ്റ് സോലുബിൾ വിറ്റാമിൻ ആണ്. ADE and K. വിറ്റാമിൻ B, C ആണ് വാട്ടർ സോലുബിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോളോവിങ് ആർ മോർ കോമൺ ഇൻ പ്രീ ടൈം ബേബീസ് ദാൻ ഫുൾ ടൈം ബേബീസ്. പ്രീ ടൈം ബേബീസിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഫുൾ ടൈം ബേബിയെക്കാളും കൂടുതലായിട്ട് കാണുന്നത് ഈ ഓപ്ഷനിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഹൈപ്പർതെർമിയ, എരിത്തീമ ടോക്സിക്കം, പെരിവെൻട്രിക്കുലർ ഗ്ലൂക്കോമലേഷ്യ, ഹൈപ്പോക്സിക് ഇസ്ചീമിക് എൻസെഫലോപ്പതി, ട്രാൻസ്പോസിഷൻ ഓഫ് ദ ഗ്രേറ്റ് ആർട്ടറീസ്. ഇതിൽ ഏതാണ് പ്രീ ടൈം ബേബിയിൽ കൂടുതലായിട്ട് കാണുന്നത്? കറക്റ്റ് ആൻസർ പെരിവെൻട്രിക്കുലർ ലൂക്കോമലേഷ്യ. പെരിവെൻട്രിക്കുലർ ലൂക്കോമലേഷ്യ ആണ് പ്രീ ടൈം ബേബിയിൽ കൂടുതലായിട്ട് കാണുന്നത്. സോ ഇവിടെ ആൻസർ പെരിവെൻട്രിക്കുലർ ലൂക്കോമലേഷ്യ ആണ്. പെരിവെൻട്രിക്കുലർ ലൂക്കോമലേഷ്യ ഈസ് എ ടൈപ്പ് ഓഫ് ബ്രെയിൻ ഇഞ്ചുറി ദാറ്റ് അഫക്ട്സ് പ്രിമച്വർ ഇൻഫൻസ്. ഒരു ടൈപ്പ് ഓഫ് ബ്രെയിൻ ഇഞ്ചുറി ആണ് പെരിവെൻട്രിക്കുലർ ലൂക്കോമലേഷ്യ. ഈസ് എ type of brain injury that affects premature infants. The area of the brain around the ventricle, the fluid filled spaces of the brain. Ventricle ഉണ്ട് അല്ലെ, ബ്രെയിനിന്റെ നടുക്കായിട്ട് ആ ഒരു ഏരിയ അറൌണ്ട് ദ വെൻട്രിക്കിൾസ്,
അവിടെ don't get enough blood that may cause periventricular leukomalacia. The area of the brain around the ventricle, the fluid-filled spaces of the brain don't get enough blood that cause periventricular leukomalacia in premature infants. അപ്പൊ അതാണ് കാരണം. Okay. Next question. Which of the following are true of an atrioventricular septal defect? Atrioventricular septal AVSD congenital heart disease വരുന്നതാണ്. അപ്പൊ അതിന് ഏറ്റവും ട്രൂ ആയിട്ട് കാണുന്നത് എന്താണെന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ട്രൂ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് there may be associated abnormality of the tricuspid or mitral valves. അതാണ് മോസ്റ്റ് കോമൺ മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ ആണ്. there may be associated abnormality of the tricuspid or mitral valve. So which of the following are the true of atrioventricular septal defect? There may be associated abnormality of the tricuspid or mitral valve. AVSD യിൽ abnormality of the tricuspid and mitral valve ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ AVSDക്ക് ഒരു കാരണം മെയിനായിട്ട് ഡൗൺ സിൻഡ്രോം ഉള്ള പിള്ളേരിൽ AVSD കാണാറുണ്ട്. ഇവിടെ മോസ്റ്റ് സ്യൂട്ടബിൾ ഓപ്ഷൻ ആണ് നമ്മളിവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഓക്കെ, അതിന്റെ നമുക്ക് നോക്കാം. There may be associated abnormality of the tricuspid or mitral valve. That is the correct answer. Atrioventricular septal defect is a heart defect in which there are holes between the chambers of the right and left side of the heart. So there may be holes. You can see the holes in the left and right side of the heart. നമുക്കറിയാം അവിടെയുള്ള വാൽവ് ഉണ്ട്. ഹോൾസ് എന്ന് പറയുന്നത് വാൽവാണ്. സാധാരണ രീതിയിലുള്ള ഹോൾ ഉണ്ട്, അത് അവിടെ ഹോള് ഡിഫക്റ്റ് ഉണ്ടാവും. ആ ഒരു ഡിഫക്റ്റ് ഉണ്ടാകുമ്പോൾ ആ ഒരു വാൽവിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റ് ആണ് that may be leads to atrioventricular septal defect. Okay, AVSD is a common in babies with Down syndrome, a genetic condition that involves an extra chromosome 21, trisomy 21 നമുക്ക് അറിയുന്നതാണ്. Next question, the following are the features of Kawasaki disease except which one? Options: conjunctivitis, fever of 2 days duration, lymphadenopathy, discumation of the skin at the fingers and toes, changes to the oral mucosa. The following are the features of Kawasaki disease except, correct answer, fever of 2 days duration എന്നുള്ളതാണ്. അപ്പോൾ കവാസാക്കി ഡിസീസിൽ ഫീവർ ഉണ്ടാകും, പക്ഷെ ഫീവറിന്റെ ഡ്യൂറേഷൻ 2 days അല്ല, മോർ ദാൻ 5 days ആണ്. കവാസാക്കി ഡിസീസിൽ ഉണ്ടാകുന്ന ഫീവറിന്റെ ഡ്യൂറേഷൻ ഗ്രേറ്റർ ദാൻ 5 days ആണ്, നോട്ട് 2 days, മോർ ദാൻ 5 days ഉണ്ടാവും. അതുപോലെ കവാസാക്കി ഡിസീസിന്റെ മറ്റൊരു പേരാണ് മ്യൂക്കോകുട്ടേനിയസ് ലിംഫ് നോഡ് സിൻഡ്രം. മ്യൂക്കോകുട്ടേനിയസ് ലിംഫ് നോഡ് സിൻഡ്രം ഇസ് ദ അതർ നെയിം ഓഫ് കവാസാക്കി ഡിസീസ്. കവാസാക്കി ഡിസീസിന്റെ മറ്റൊരു പേരാണ് മ്യൂക്കോകുട്ടേനിയസ് ലിംഫ് നോഡ് സിൻഡ്രം. ഫീവർ കവാസാക്കി ഡിസീസിൽ ഉണ്ടാകുന്ന ഫീവർ 102 മുതൽ 104 ഡിഗ്രി ഫാരൻഹീറ്റ് വരെയാണ്. 102 to 104 ഡിഗ്രി ഫാരൻഹീറ്റ് വരെയാണ് കവാസാക്കി ഡിസീസിൽ ഉണ്ടാകുന്ന ഫീവർ. ലാസ്റ്റ് ഫോർ 5 days. റെഡ് റാഷ് ഉണ്ടാവും, സ്വോളൻ ലിംഫ് നോഡ് യൂഷ്വലി ഇൻ ദ നെക്ക് ഏരിയയിൽ സ്വോളൻ ലിംഫ് നോഡ് ഉണ്ടാകാം. അതുപോലെ സ്വോളൻ ഹാൻഡ് ആൻഡ് ഫീറ്റ്. റെഡ് ഐസ് നമുക്ക് ഇതിൽ കാണാം, കവാസാക്കി ഡിസീസിൽ കാണാം. അതുപോലെ റെഡ് ആൻഡ് ഡ്രൈ ക്രാക്ക്ഡ് ലിപ്സ്. റെഡ് ടങ് വിത്ത് വൈറ്റ് സ്പോട്ട്സ്. സ്ട്രോബെറി ടങ് ആണ്. റെഡ് ടങ് വിത്ത് വൈറ്റ് സ്പോട്ട്സ്, ദാറ്റ് ഈസ് സ്ട്രോബെറി ടങ് ഇറിറ്റബിലിറ്റി. അപ്പൊ ഇത്രയും നമുക്ക് കവാസാക്കി ഡിസീസിൽ കാണാം. സോ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. നമുക്ക് കുറച്ചൊരു ബാക്കിയുള്ള കുറച്ച് പീഡിയാട്രിക് പോയിന്റ്സ് കൂടെയാണ് ഡിസ്കസ് ചെയ്ത്. ഇന്ന് നമുക്ക് ഇനി എക്സാം വരെ നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ വായിച്ചിട്ടുള്ള കാര്യങ്ങൾ മനസ്സ് ശാന്തമാക്കുക. എക്സാം ഹാളിൽ പോയിട്ട് എല്ലാം കൂടെ വായിക്കണം എന്നല്ല, നമ്മൾ ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്തിട്ട് മനസ്സ് ശാന്തമായിട്ടിരിക്കുക. എക്സാം വളരെ കൂളായിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് ഹോപ്പ്ഫുള്ളി ഇന്ന് വൈകുന്നേരം തന്നെ നമുക്ക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുടെ ആൻസർ കീ ആയിട്ട് കാണാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നോക്കട്ടെ, മാക്സിമം ആൻസർ കീ ഞാൻ തരാൻ ശ്രമിക്കുന്നുണ്ട് ഇന്ന് തന്നെ ഞാൻ നോക്കിയിട്ട്. ഓക്കെ, അപ്പോൾ ആൻസർ കീ ആയിട്ട് നമുക്ക് കാണാം. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.